ആ സംസാരിക്കാം അങ്ങനെ. ഞാൻ അവിടെ പറയാം ടയർ വലിച്ചു നമുക്ക് എന്നിട്ട് റിമോട്ട് എടുത്തിട്ട് തരാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അമ്മ ഹായ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഹായ് എന്നല്ല, പോയി റിപ്പോർട്ട് എടുത്തിട്ട് തരാൻ പറഞ്ഞു. ഞാനാണല്ലോ നീ റിമോട്ട് എടുത്ത് എറിഞ്ഞോളാ ഉണ്ണി. വെള്ളത്തിലടി പൂ പൂ ഞാൻ പോയി വെള്ളത്തിൽ പോയി അമ്മ ഹായ് വെള്ളം ബേബി ഞാൻ പോകല്ലോ കേട്ടോ. ബേബി വെള്ളത്തിൽ പോവല്ലേ, വെള്ളത്തിൽ ചാടല്ലേ കേട്ടോ ഉണ്ണിക്കൂടാ. ഞാൻ അത്രയ്ക്ക് വട്ടില്ലായിരുന്നു. ഓർക്കുന്നുണ്ടോ ആ പായൽ വന്ന സാധനം അമ്മൂ ഉണ്ണി ബ്ലൂം എന്ന് പറഞ്ഞേ. ബുൻ എടാ ഒരെണ്ണം ഇട്ടാ മതിടാ ബേബി. കല്ലെല്ലാം എടുത്ത് വെള്ളത്തിൽ ഇടണം എന്തിനാ? ഇവിടെ ഇഷ്ടംപോലെ മീൻ കാണുമായിരിക്കും. ഉണ്ണി ബ്ലൂം ബ്ലൂം വേണ്ട അപ്പൻ്റെ കൂടെ തിരുന്നോ. അമ്മ ദൈവം പിടിച്ചോണേ. ഞാൻ എവിടെ നീ സൗണ്ട് കേൾക്കണേ? അറിയാവനൊന്ന് പിടിക്കാം അവിടെ. എടാ റോണി എന്നെ ആടിയില്ല കേട്ടോ. ആ ബുന്നിട്. ആ ആയില്ല. ആ ബുന്നിട്. ആ
സന്തോഷമായോ? നീ ഡ്രാഗൺ ഫ്ലൈനെയാണോ വെടിവെച്ചത്? പാവല്ലടാ മണ്ണി. നല്ല കാറ്റിൽ ഇപ്പം പറന്നോ വെച്ചേ. ഒന്നും കിട്ടിയില്ല, കുറേ നേരം അല്ല ഇവിടെ ഇരിക്കുന്നത്. ഡ്രാഗൺ ഫ്ലൈ അങ്ങോട്ട് വലിച്ചിങ്ങനെ ഉണ്ണി, നിന്റെ ബ്ലൂം കളി ഇതുവരെ തീർന്നില്ലടാ. ഹായ്. ഏയ് പോയി. മറ്റേ മുക്കപ്പാലാണ് കാറ്റിലിറക്കില്ല. ഈ കറക്റ്റോടെ കുറച്ച് കാണുന്നുണ്ട്. എത്ര തരം പക്ഷികളല്ലേ ഇവിടെ. എങ്ങനെയാ കംപ്ലീറ്റ് ബാലൻസ്? ആ, അതിനപ്പുറത്ത് ഇവിടെ വന്നിരുന്ന പറഞ്ഞു പോന്നു. ഉത്സ അയ്യോ, അപ്പോൾ ഞാൻ പോയി.
വണ്ടിക്കകത്ത് കാണുന്നുറങ്ങായിരുന്നു ചാടി പോകുന്ന വീട്ടിൽ. ഇവനോട് ഭൂമി എങ്ങനെ വന്നെന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറയുക ഗുഡ് ബോയാണ്. അതെനിക്ക് തോന്നുന്നു അവൻ അവന്റെ ചുണ്ടയിൽ എടുത്തിട്ട് വേദന എടുത്തപ്പോൾ ഇറങ്ങുന്നുണ്ടോ. സ്ക്രീൻ കാർഡ് ഇല്ലല്ലോ. സ്ക്രീൻ കാർഡ് ഒട്ടിക്കണം. ഇഷ്ടമായിരുന്നു. ഇതിന്റെ ഓർമ്മ ഞാൻ ഏതോ ഹോസ്പിറ്റലിൽ അവിടെ കണ്ടോണ്ട് കളഞ്ഞു. അറിയാവോ പറഞ്ഞു ചേച്ചി ചേച്ചി തരാം. ചേച്ചി വെള്ളത്തിൽ പോയെന്ന് പറയല്ല കേട്ടോ. അയ്യോ ഇതിന്റെ തലയിൽ എനിക്ക് കല്ല. എടാ ബേബി ഇടങ്ങി നോക്കിയാ. അപ്പം വിളിക്കണം. അപ്പം 1 2 3 4. പൂച്ചാണ്. ഇങ്ങനെയുള്ള എനിക്കും തരും ഇവിടെ കൂടെ. അപ്പൊ ചുമ്മാ കൊടുക്കാൻ അമ്മ നീ ഉമ്മ മേടിച്ചു എന്നതായിരുന്നു. സംഭവം ചെറുത് അടിക്കുന്ന പോലുമില്ല. അയ്യോ മുങ്ങി. പൊങ്ങി അപ്പുറത്ത് എവിടെയാണ് പൊങ്ങിയത്? തന്നെ ഇച്ചിരി പൊങ്ങലോട് നിൽപ്പുണ്ട്. നമ്മളെ കണ്ടു അവന് മനസ്സിലായില്ല. ഇല്ല ഇല്ല അതിനോട്ട് വന്നല്ല. അവൻ ഈ തണുപ്പുള്ളിടത്ത് മീൻ കാണും, അതുകൊണ്ട് അങ്ങനെ വന്നു. അവിടെ തന്നെ ഉണ്ട്. അവിടെ തന്നെ നീർക്കൂലി അത്. രണ്ട് കണ്ണ നീ അറ്റത്തേക്ക് നിൽക്കുന്നവനാണോ? ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നല്ലേ? മുട്ടയില പേഴ്സ്. അതെ അതെ. ഞങ്ങൾക്ക് ഈർക്കിലേക്ക് ഉണ്ട് കേട്ടോ. ചെറുതായത് വേണ്ട. ഈർക്കില് വേണമല്ലോ. ചേട്ടാ ഈർക്കില് തരുമോ? കട്ടിയുള്ളൊരു കമ്പ്. ബേബി നീ ഇറങ്ങല്. പേപ്പൻ ഉണ്ണിനെ നോക്കണം. ഇവിടെ നേരത്തെ മറ്റേ വട്ടയിലപ്പേഴ്സ് സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈർക്കിലെടുത്ത ബാക്കിയുള്ള സാധനം കിടക്കുന്നത്. ഉണ്ണിനെ നോക്കിയോ, ഞാൻ കമ്പ് കണ്ടുപിടിച്ചതാ.
ഈർക്കിലാണ് വേണ്ടത്. പക്ഷെ ഈർക്കിലില്ലാത്ത കാരണം നമുക്ക് ഈ കമ്പ് എടുക്കാം. സുമ്മാവാ ഇത് ശരിക്കും ഈർക്കിലാണ്. അപ്പൊ ആ ഒരു ഭംഗിയിൽ ഇങ്ങനെ ഇരിക്കും. ഈർക്കിലി അല്ലാത്ത കാരണം തടിയൊക്കെ ആയതാണ് ഒരു പ്രത്യേക രീതിയിൽ ഇതുണ്ടോ. ഈർക്കിലാണ് നല്ല പല കളിയുള്ള പേഴ്സല്ലേ. നിങ്ങൾ കളിച്ചിട്ടില്ല. ഇതിന് പിന്നെ നമുക്ക് വാഴവള്ളി ഇട്ട് കൊടുക്കാം. ഞങ്ങൾ വാഴവള്ളി ഇട്ടിട്ട് ഇങ്ങനെ മടക്കുവേ. ഇവിടെ ഇതിലെന്തെങ്കിലും ഇട്ട് വെക്കാം. ഇതിലെന്തെങ്കിലും 5 അറകൾ അല്ലെങ്കിൽ കള്ളികൾ ഇങ്ങനെ പിടിക്കാം. ശരിക്കും ഞങ്ങൾ പിടിക്കുമല്ല, ഞങ്ങള് വള്ളി വെച്ച്. നമുക്ക് ഗൂച്ചിക്ക് പറഞ്ഞു കൊടുക്കാം ഇതിന്റെ ടെക്നിക്ക്. അവർ ലെതർ വെച്ചുണ്ടാക്കട്ടെ. ഇതിന്റെ ഒക്കെ ചിലപ്പോൾ കമ്പനിക്കാരനെ കിട്ടിയെന്ന് അല്ലല്ല, അവിടെ വേറൊരു ഇതിന്റെ കഴിഞ്ഞ നല്ല നീളം വീണ്ടും അയാണ്ടൊക്കെ തിന്നാൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ വള്ളി ഉണ്ടാക്കണോ? ഞങ്ങള് മറ്റേ വാഴവള്ളി വെക്കുന്നത്. എടാ ഉണ്ണി അലമ്പ് കാണിക്കാടാ. ഉണ്ണി കുടിക്കടാ. വാഴവള്ളി വെച്ച് കിട്ടുമ്പോ വെള്ളത്തിൽ കളയാനല്ലേ അവന്റെ കഴുത്തിലോട്ട് ഇട്ട് കൊടുക്ക്. ഇങ്ങനെ മടക്കാം. സൂപ്പർ. ഇതൊക്കെ എടുത്ത് നമുക്ക് യൂട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ എത്ര കിക്കാറ്റ് മേടിക്കണം. കാശ് കിട്ടുന്നില്ല. പാട്ടിക്ക് വരും വേണ്ട. ഞാൻ നമ്മുടെ റോഡിന്റെ മുകളിൽ നിൽക്കുന്ന കുഞ്ഞു വട്ടയില വെച്ച് പിന്നെ ബാഗ് ഉണ്ടാക്കി കൊടുത്തേ. ഉണ്ടായിട്ടല്ലേ ഉണ്ടല്ലോ. ദേ ബായ്. ആ ബാഗ് വണ്ടിക്കകത്ത് സൂക്ഷിച്ച് വെച്ചാൽ ഉണ്ണിക്കോട്ടെ. നമുക്ക് വീട്ടിൽ ചെന്ന് അപ്പൂസിനും അമ്മൂമ്മയ്ക്കും കൊടുക്കാം. വൈക്കം റോഡ് റെയിൽവേ സ്റ്റേഷൻ ആത്താഞ്ചിറ. പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ സ്റ്റേഷനിൽ കയറുന്നത്. അത് വേറെ കാര്യം. സ്റ്റേഷനിലല്ല, പ്ലാറ്റ്ഫോമിൽ 3 പേർക്കുള്ള എടുത്തിട്ടുണ്ട്. കൊച്ചിന് വേണ്ടല്ലോ. ആത്താഞ്ചിറ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പുറത്താണ്. ഇതിൽ ഇറങ്ങാൻ പറ്റിയല്ലേ. ഇവിടെ നിന്ന് ഞാൻ സത്യതയെ കുമരകം പക്ഷി സങ്കേതത്തിലുള്ളതിനൊക്കെ കൂടുതൽ പക്ഷികളെ കാണാം. ലൈറ്റില്ലാണ്ട് കഴിഞ്ഞാൽ കിടക്കണം. കുറച്ചൊക്കെ കഴിയുമ്പോൾ കംപ്ലീറ്റ് പക്ഷികളായിരിക്കും.
ആ എന്തോ ബേബി ചൂച്ചു പോരും ചൂച്ചു ഡബിൾ ഡെക്കർ ട്രെയിനും ലോക്കോമോട്ടീവ് ട്രെയിനൊക്കെ ഇപ്പോൾ ഒരുപാട് ഉണ്ട് കേട്ടോ. ലോക്കോമോട്ടീവ് ട്രെയിൻ ഇനി ഇവിടെ ഇല്ല, ഇപ്പോൾ വരും. പക്ഷേ ലോക്കോമോട്ടീവ് ട്രെയിൻ സന്തോഷമായി. ലോക്കോമോട്ടീവ് ട്രെയിൻ, ഡബിൾ ഡെക്കർ ട്രെയിൻ, ലോക്കോമോട്ടീവ് ട്രെയിൻ, ഡബിൾ ഡെക്കർ ട്രെയിൻ, ലോക്കോമോട്ടീവ് ട്രെയിൻ. ഉറപ്പിക്കാണ് അത് തന്നെയാണുള്ളത്. ലോക്കോമോട്ടീവ് ട്രെയിൻ ഇപ്പോൾ വരും കേട്ടോ. വെള്ളം കൂടി ലോക്കോമോട്ടീവ് ട്രെയിൻ പറഞ്ഞ് തളന്ന്. അത് കുഴപ്പമില്ല, ഇവിടെ തണലുണ്ടല്ലോ. എവിടെ തന്നെ ആയിരിക്കുന്നിടത്തുണ്ട്. ലോക്കോമോട്ടീവ് ട്രെയിൻ ഇവിടെ തള്ളി. ബസ് 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 ഒരു ട്രെയിൻ വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ലോക്കോ ലോക്കോ അവിടുന്ന് ചിലപ്പോൾ ഇപ്പോൾ ഒരുപാട് ഓർമ്മ. ലോക്കോ ഞാൻ ബാഗിനകത്തുണ്ട്. ഞാൻ നോക്കണ്ടോ കുഴി കുഴി ട്രെയിൻ ട്രെയിൻ പിടിച്ചോ അവനെ. ട്രെയിൻ ട്രെയിൻ ട്രെയിനാണോ? ഇനി അവനെ വിടല്ലോ കേട്ടോ. ഇല്ല, ഇനി അവനെ താഴെ ഇറക്കണ്ട കേട്ടോ. എവിടുന്നാ? ആ അതിൻ്റെ ഈ ഇപ്പൊ കാണാം. ആംബുലൻസ് ആണോ? അവന് ഇത്ര പയ്യെ പോണേ. എന്നാ ഉണ്ണി? റെയിൽവേ ട്രാക്കിൽ ഇറങ്ങാം. ആ അതൊന്നും വേണ്ട ഉണ്ണി. ഉണ്ണി എടാ ഉണ്ണി, എടാ ട്രാക്കിൽ മാനുണ്ട് കേട്ടോ. ലോക്കോമോട്ടീവ് ട്രെയിൻ. വാ ഇവിടെ ഇരിക്കേ. ദേ ഉണ്ണി തുമ്പി പറക്കുന്നുണ്ടോ? എത്ര തുമ്പിയാ നോക്കി ഉണ്ണി. ആ ശരിയാണ്. ഇപ്പൊ വരും ലോക്കോ. വയറ്റിൽ നിന്ന് പോകാനുണ്ട് അതിൻ്റെ അരി. കറണ്ടാ എന്തേലൊക്കെ ലീക്ക് ചെയ്ത് ഇങ്ങനെ ചിരിച്ചിരിക്കുള്ളൂ ഇവിടെ. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ ആ നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് വണ്ടിയിൽ കയറി പിടിച്ച്. നീ അറിഞ്ഞില്ലായിരുന്നോ? ഇവിടെ ഒരു പയ്യൻ്റെ ഷോക്ക് അടിച്ചത്. ആ ഇവിടെ ഇത് ഗുഡ്സ് വണ്ടി പാസിങ്ങിന് എന്താ സംഭവത്തിന് വേണ്ടിയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് ഒരു ദിവസം മേളിലാണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചെറുക്കൻ അതിൻ്റെ മേളിൽ കയറി തൊട്ടകത്തിൽ അതിൻ്റെ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. പിടിച്ചോ അവൻ ഓടിക്കണ്ട.
യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തിരുവനന്തപുരം വരെ പോകുന്ന കേരള എക്സ്പ്രസ് 50 മിനിറ്റിനുള്ളിൽ പ്ലാറ്റ്ഫോം നമ്പർ 2 എത്തിച്ചേരുന്നതാണ്. കേരള എക്സ്പ്രസ് 50 മിനിറ്റിനുള്ളിൽ പ്ലാറ്റ്ഫോം നമ്പർ 2 എത്തിച്ചേരുന്നതാണ്. ആ ഇവിടെ ഇരുന്നോ, കുഴപ്പമില്ല. ഇപ്പുറത്തെ സൈഡിലാണ് വരുന്നത്. വരുന്നുണ്ടോ കേട്ടോ, അവനെ പിടിച്ചോണം കേട്ടോ. Dragonfly. Dragonfly. വരുന്നടാ ഉണ്ണി. Baby, they try. മേളിക്കൂടെയല്ലേ പറഞ്ഞ? ഓ ഇത് എന്നാ നീളം, ഇത് അപ്പുറത്തേക്ക് പോകുന്നോന്നല്ലേ? ബേബി നീ കണ്ടോ ട്രെയിനെ? ആ ട്രെയിൻ നിന്ന് ഇല്ല, നമുക്ക് തോന്നുക ട്രെയിൻ പുറകോട്ട് പോകുന്നതായിട്ട്. ആ അവൻ ഇതിലേക്ക് പോകുന്നല്ലേ? ഞങ്ങളുടെ വേപ്പം വരുന്നു. ആ അല്ല, അത് ഒന്നിലല്ലേ വരുന്നത്? ആ 3 ഇപ്പുറത്തെ സൈഡിലാണ് വരുന്നത് അല്ലേ? വെച്ചെടുക്കാൻ പറ്റുന്നു. അതിന് കൈ പിടിച്ചും അവിടെ കുത്തി പിടിച്ചൊക്കെ അവിടെ കാലിന് തുപ്പി പിടിക്കുന്നു. അപ്പോൾ അത് ഞാൻ പുറമൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട്. പക്ഷെ നല്ലത് ഹൈജീനിക് അല്ല. ഈ കൈയൊക്കെ സൂക്ഷിക്കണം. പിന്നെ പിടിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അവിടെ കൂടി തുപ്പി 2 മണി എടുക്കുന്നതാ ട്രെയിൻ. ഓ അവൻ്റെ ആ പിടുത്തം ഒരു സംഭവമാണ് ട്രെയിനിൻ്റെ. ഹൈ കപ്പാസിറ്റി പാർസൽ വണ്ടി വരെ കയറിപ്പോയി സാധനത്തിന്.
അടുത്ത അവിടെ നിന്ന് ഇങ്ങോട്ടാ. ആ വരുന്നുണ്ട്. ഞാൻ നിലത്തിറക്കണ്ടോ കേട്ടോ? ആ നന്നായി, ആ പേടി വേണം. ആ അതേ വരുന്ന ട്രെയിൻ. കുടിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അതിൻ്റെ പുറത്ത് അടിഭാഗത്ത് മാത്രം പ്രശ്നം ഉണ്ടാകും. ഇത് ക്ലോറിനേറ്റഡ് വെള്ളം. പക്ഷെ അവിടെ മൊത്തം ചോറ് കിടപ്പുറാതെ അത് ആ പുറമേ ഉള്ളതല്ലേ? കുട്ടിക്കാതെ എടുക്കാനും പറ്റത്തില്ല വെള്ളം. അതിൻ്റെ ആ രീതി ശരിയല്ല. ഇല്ല, ഞാൻ ഒട്ടും താഴെയില്ല. ആ ഒട്ടും താഴെയില്ല. വളരെ ഒരു ബോധമില്ലാതെ ഈ സാധനമൊക്കെ ഉണ്ടാക്കണം. ആൾക്കാർക്ക് ഈസിയായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ശരി എളുപ്പത്തിലൊക്കെ വേണം സാധനം ഉണ്ടാക്കിയൊക്കെ. നിനക്ക് പേടിയാണ്ടാ? നീ കാണുന്നില്ലേ ഇതൊന്നും? ശരി ബാക്കിലേക്ക് നിന്നോളാം. ഇച്ചിരി രണ്ട് ബാക്കിലേക്ക് നിന്നോളാം, 2 സ്റ്റെപ്പ്. ആ മറ്റേത് ഇലക്ട്രിക് ആയിരുന്നു. ഇപ്പോൾ ആ ട്രെയിൻ ഇല്ലല്ലോ. അത് ചില റൂട്ടുകളിൽ മാത്രമുണ്ട് ഇപ്പോൾ സൈക്കിൾ ട്രെയിൻ. അത് ചില ഫ്ലൈറ്റ് ട്രെയിൻ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പിന്നെ സ്പീഡാന്ന് നോക്കി. എൻ്റെ ആക്സിലറേഷൻ എന്ത് പെട്ടെന്നല്ലേ? ഇതിന് ഭയങ്കര സ്പീഡാട്ടോ. 6 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് എത്തുന്നതാണ്. ഇവൻ നല്ല പവറാണല്ലോ ഇവൻ്റെ. അപ്പോൾ ഈ ബുള്ളറ്റ് ട്രെയിനൊക്കെ സ്പീഡ് തന്നെ ആയിരിക്കും അല്ലേ? ഓ ഭയങ്കര തന്നെ. ഓ എത്ര പോകിയ. വാട്ടർ ബോട്ടിൽ ഒന്ന് കഴുകണം. ആ ഞാൻ വിചാരിക്കുന്നു കാക്കകളാണ്. എന്റെ മുടി ഇപ്പൊ കണ്ടോ? ആ രണ്ടെടുത്ത് പേഴ്സിനകത്തിട്ടോ. ഞങ്ങള് സ്കൂളിൽ പോകുമ്പോ വഴിയിൽ കാണുന്ന ഈ സാധനം എടുത്ത് മുടി ചെയ്യുമായിരുന്നു. നല്ല ആരാ അതിന്. അവിടെ പോയി ഈ പൂവാണ് നല്ല രസമില്ല. ആ മഞ്ഞപ്പൂക്കൾ. ഓണത്തിന് ഇവിടെ വന്നാൽ മതിയായിരുന്നു. നല്ല പൂക്കൾ പറിക്കാൻ എന്നിട്ട് വിൽക്കായിരുന്നു. ആ ഈ കുഞ്ഞിപ്പൂ പറിച്ചാൽ മതിയായിരുന്നു അല്ലേ? അതെ, ഏതാണ്ട് ബന്ധികളുടെയും ചെമ്മന്തിയുടെയൊക്കെ ഒരു സഹോദരനായിട്ട് വരും.
വേണ്ട അടിപൊളി സെറ്റപ്പ്. ഉണ്ണിക്കുട്ടിന് അപ്പിടാൻ വേണ്ടി പേപ്പർ ഉണ്ടാക്കി വെച്ച സെറ്റപ്പ് നോക്കി. അല്ല അവനെ ഓട്ടോയിൽ നീ പിടിച്ചു. അവൻ ആ കല്ലൊക്കെ എടുത്ത് പറക്കി അത് വെക്കും. ഇപ്പൊ സമയം 6 മണി. നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞ് പോവാം. അതെ പുല്ലി എത്താൻ നിങ്ങൾ ഈയം വിൽക്കാനുണ്ടോ? ഈയായോ ആ അതിനകത്തുണ്ട്. വാ വാൻ്റെ ടീച്ചു. നമ്മൾ അറിഞ്ഞോണ്ട് വായിലോട്ട് വെക്കത്തില്ലല്ലോ. ഈ പൂ കാണാൻ എന്താ രസം. ആ ലോക്കോമോട്ടീവ് ട്രെയിൻ. അവൻ്റെ ഒരു ഓട്ടോ ഉണ്ണി അവിടെ ഒരു ബേബി എന്തോ അവിടെ ബേബി ഒരു പാളത്തിൽ വന്നപ്പോഴാണ് തോന്നുന്നു. അവനെ പിടിച്ചോട്ടോ. ഞാൻ ട്രെയിൻ വരുന്നതിന് മുമ്പ് അനൗൺസ്മെൻറ്റ് കേൾക്കും. എന്നാലും കുട്ടി സദ ഓടുന്ന പോലെ. പേര് പറഞ്ഞു കൊടുക്ക്. എത്ര വയസ്സായി? 2 വയസ്സായി. അമ്മയുണ്ട്. അമ്മയൊക്കെ വിട്ടിട്ട് ട്രെയിൻ കാണാനായിട്ട് വന്നു. ഞങ്ങൾ ട്രെയിൻ കാണാൻ വന്ന. എന്നാ പേരിട്ടെ? സിയാൻ സിയോ. സിയാൻ. നിങ്ങൾക്കൂടെ കുഞ്ഞാവയ്ക്ക് പോകണോ? അപ്പോൾ ടാറ്റ കൊടുക്ക്. ബേബിക്ക് നാളാ കിടക്കി ചോയ്ക്ക്. ഒരാളേ ഉള്ളോ? ഒരാളേ ഉള്ളു. ബേബി ഉമ്മ കൊടുക്കണം എന്നിട്ട് പോയേക്കാം. ഇവിടെ തന്നെയാണോ വീട്? ഓക്കെ ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ. ഉണ്ണിക്കോട്ടെ എടുക്കണം കേട്ടോ. അമ്മ ബേബി ഞാൻ എടുത്തോണ്ട് പോകാനാ പറയുന്നത്. ഓക്കെ വരുന്നില്ല. ഇതിനെ വിട്ടു പോവുള്ളായിരിക്കും. അങ്ങോട്ട് പോവുക. ബായ്. ആ ടാറ്റ കൊടുത്ത് ഓക്കെ. അവന് പോകാൻ താല്പര്യമില്ല. അത് ടാറ്റ കൊടുക്കാത്തത്. ഓക്കെ ബൈ.
കൈകൊണ്ട് കാണിക്കണത്. എടാ ഇപ്പൊ അവിടുന്ന് ഒരു ട്രെയിൻ വരുന്നില്ല. അയ്യോ തന്നെ. എന്നാ വേഗം പോക്കോ. ആ ബേബിക്ക് അമ്മയൊക്കെ ഉണ്ട്, തരില്ല നമുക്ക്. അത് പോയതിന്റെ ഇത് ട്രെയിനിന്റെ ചാകരയായിരുന്നല്ലോ ഉണ്ണി. അവനെ നിലത്തിറക്കല്ലേ. അപ്പുറത്തെ ട്രാക്കാ. പേടിച്ചു പോയി. സ്പീഡിലാണ് പോകുന്നത്. ആ ലൈറ്റ് തെളിഞ്ഞല്ലോ. ഇതല്ലേ ചേട്ടയുടെ കളഞ്ഞു പോയി ആ മറ്റേ ഹെഡ്സെറ്റ് ആ ബേബിനെ നമുക്ക് പോടാ. ഞങ്ങൾക്ക് കടയിൽ നിന്ന് ഒരു ബേബിനെ വാങ്ങിച്ചു. ആ ബേബിനെ മേടിക്കാം. കടയിൽ നിന്ന് 1 2 ബേബിനെ മേടിച്ചേക്കാം. ബേബിയാന്ന് പറഞ്ഞെടുത്തതാ. ബേബി ടാറ്റാ. ബേബി ഉറക്കുന്ന നോക്ക്. ടാറ്റാ. കല്ലെടുത്തിട്ട് ബേബിയാന്ന് പറഞ്ഞ് ഉറക്കുക. അയ്യോ ഓടിപ്പോ. അവിടെ പറ്റിച്ചേടാ. അതാ പറ്റിയോടാ ഉണ്ണി. എന്താ പറ്റിയോടാ? അവൻ അങ്ങനെ ഇങ്ങനെ കരണവനൊന്നുമല്ല. ഓക്കെ ഇവെല്ലാം പറ്റിയോടാ നിനക്ക്? ആ കല്ല് കളാ. ആ കല്ല് ഇവിടെ കളാം. നമ്മുടെ വണ്ടി ചീത്തയായി പോകും. കല്ല് ആ എലി മുള്ളിയാടാ കല്ല്. കള എലി ഷൂ. ആ ഇനി ഞങ്ങളുടെ കൈ അയച്ചിട്ട് വെള്ളം ഒഴിച്ച് അറിയാമോ? ഇവനെ നമ്മളറിയാലോ നമ്മുടെ കൈ വൃത്തികേടാണ്. ഇവൻ പക്ഷേ വായു ഏതാ ഒരു പേപ്പർ സോപ്പ് അത് അലമാരിക്കുണ്ട്. അത് ബാഗിനകത്ത് ഇപ്പം നടന്നു. ഇവൻ പൊക്കി അത് കഴിഞ്ഞിട്ട് വെച്ചതാ. പച്ചപ്പ് ഞാൻ ശ്രദ്ധിക്കാറില്ല. ഏറ്റവും നല്ല റെയിൽവേ സ്റ്റേഷൻ ആലുവ കുറുപ്പന്തറ. ഞങ്ങൾ ആലുവ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നോ? അവിടെയല്ല ചേച്ചിമാര് കുപ്പിയിൽ ചെടിയൊക്കെ വെച്ച് നല്ല സെറ്റപ്പ്. അതെ കുറുപ്പന്തറ അല്ലായിരുന്നു.